ഹലോ ഫ്രണ്ട്സ്, വില്ലേജ് ഫുഡ് മെമ്മറീസ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അടുക്കളയിൽ പല കറികൾക്ക് ഉപയോഗിക്കുന്ന ഉലുവ ഡയബറ്റീസിനും വളരെ നല്ലതാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ദോശയുടെ മാവ് തയ്യാറാക്കുമ്പോൾ ഉഴുന്നിൻ്റെ കൂടെ ഉലുവയും കൂടെ ചേർത്താണ് അരയ്ക്കുന്നത്. കളറ് കിട്ടാനും ദോശയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനും അതുപോലെ ഹെൽത്തിനും അത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇലക്കറികളിൽ സാധാരണ നോർത്ത് ഇന്ത്യൻസ് ഉപയോഗിക്കുന്ന ഒരു ചീരയാണ് ഉലുവ ചീര അല്ലെങ്കിൽ മേത്തി ലീവ്സ്. നമുക്കും അത് വളരെ നന്നായിട്ട് നമ്മുടെ അടുക്കളയിലും നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഉലുവ ചീര ഡയബറ്റീസ് ഉള്ളവർക്ക് വളരെ നല്ലതാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അത് നല്ല രുചിയും നല്ല ഒരു ഫ്ലേവറും ഉള്ള ദോശ നമുക്ക് ചുടാനും വളരെ നല്ലതാണ്. ഈ ഉലുവ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഈ ചീര വളർത്തിയെടുക്കാം. ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് മണ്ണിട്ടിട്ട് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന മുഴുവൻ ഉലുവ അതിൻ്റെ മുകളിൽ കുറച്ച് നിരത്തുക. അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി മണ്ണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ജനലിൻ്റെ സൈഡിൽ വെളിച്ചമുള്ളിടത്തോ അല്ലെങ്കിൽ ബാൽക്കണിയിലോ ഒക്കെ വെച്ച് നമുക്കിതിനെ വളർത്താം. ഒരാഴ്ച കൊണ്ട് ഈ ഉലുവ എല്ലാം വളർന്ന് നന്നായിട്ട് വരും. പിന്നെ ഒരാഴ്ചയും കൂടെ കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഇല പറിച്ചെടുത്തിട്ട് ദോശയ്ക്കകത്ത് ചേർക്കുകയോ പരിപ്പിനകത്ത് ചേർക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉലുവാച്ചീര ചേർത്ത ദോശയാണ്. നിങ്ങൾക്ക് ഈ കാണാം, ഇതിൻ്റെ പകുതി ഭാഗം ഞാൻ കട്ട് ചെയ്ത് ഇല എടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു ഭാഗം വീണ്ടും വളർന്നു വരും. 2 ആഴ്ചയിൽ കൂടുതൽ വളർന്ന ഉലുവ ഇലയാണ് ഈ കാണുന്നത്. വളരെ ഫ്രഷ് ആയിട്ടിരിക്കും, വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. നമുക്ക് നമ്മുടെ കിച്ചണിൽ തന്നെ നമുക്ക് വളർത്തിയെടുത്തിട്ട് നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാം. ഉലുവാച്ചീര ദോശ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി 2 കപ്പ് മാവിൽ 1 കപ്പോളം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉലുവാച്ചീര ഞാൻ ചേർത്ത് ഇളക്കി ദോശ ചുടാൻ പോവുകയാണ്. നല്ല ദോശമാവ് തയ്യാറാക്കാനുള്ള വിധം ഞങ്ങളുടെ മസാല ദോശയുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമല്ലോ. ഈ ദോശ ഒരു വശം നന്നായിട്ട് മൂക്കുമ്പോൾ ഇതിനെ തിരിച്ചിടണം. ദോശ മൂത്ത് വന്നപ്പോൾ തന്നെ ഉലുവ ചീരയുടെ നല്ല ഉലുവയുടെ മണം വെളിയിലോട്ട് വരുന്നുണ്ട്. ഇത് നല്ല ക്രിസ്പി ആയിട്ട് വേണം ഇത് എടുക്കാൻ. ക്രിസ്പി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ദോശ ഉണ്ടാക്കാൻ വേണ്ടി അല്പം നെയ്യോ എണ്ണയോ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. മേത്തി ചീര അല്ലെങ്കിൽ ഉലുവ ചീര ചേർത്ത ദോശ വളരെ ടേസ്റ്റിയാണ്, വളരെ ക്രിസ്പിയാണ്. അതോടൊപ്പം ഇത് വളരെ ഹെൽത്തിയാണ്. പ്രത്യേകിച്ച് ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ ഇത് കഴിക്കുന്നത് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനൊക്കെ നല്ലതാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. മേത്തി ചീര ദോശയിൽ ചേർത്തെന്നുള്ള പഠനമല്ല, പലപ്പോഴും അതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ അനുദിനം കഴിക്കുന്ന ആഹാരക്രമത്തിൽ ഇതിനെ ഉൾപ്പെടുത്തിയാൽ അത് ആരോഗ്യത്തിന് വളരെ നല്ലതായിരിക്കും. വളരെ ഈസി ആയിട്ട് മരുന്നുകളൊന്നും അടിക്കാതെ തന്നെ ഈ ചീര നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കാം. ഈ റെസിപ്പി നിങ്ങൾ തയ്യാറാക്കി നോക്കുമല്ലോ. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.